സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ദശകങ്ങളായി ബോംബുകളെയും മറ്റും പേടിച്ച് ഭയത്തോടെ ജീവിക്കുകയായിരുന്നു. തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം നമ്മുടെ ഭാരതമാതാവിനെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. മുംബൈ പോലുള്ള നമ്മുടെ പട്ടണങ്ങൾ ഭയന്നു വിറച്ചിരുന്നു. ഒരു ചെറിയ പടക്കം പൊട്ടിയാൽ പോലും എല്ലാവരുടെയും മനസ്സിലൊരു പേടിയുണ്ടാകും. പോലീസിന് മുന്നറിയിപ്പും നൽകും. എയർപോർട്ടിൽ പോയാലും സ്റ്റേഷനിൽ പോയാലും എല്ലായിടത്തും നോട്ടീസ് ഉണ്ടാകുമായിരുന്നു, ഭാരമുള്ള സാധനങ്ങളിൽ തുടരുതെന്ന്, അത്തരം സാധനങ്ങളുടെ അടുത്തേക്ക് പോകരുതെന്ന്. 10 വർഷങ്ങളായി. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? എല്ലാ ശബ്ദങ്ങളും തീർന്നോ ഇല്ലയോ? ഇതും അവർ നടക്കില്ല എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഈ രാജ്യം തന്നെ പറയുകയാണ്, മുത്തലാഖ്. രാജ്യത്തെ ജനങ്ങൾ തലാഖ് പറയുന്നവരോട് തലാഖ് 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 എന്ന് പറയുകയാണ്. സ്ത്രീകൾക്ക് 33% സംവരണം. 40 വർഷമായി അവർ കാത്തിരിക്കുകയായിരുന്നു. സംവരണത്തിന് വേണ്ടി അവർ ഒരുപാട് അപേക്ഷിച്ചു. എന്നാൽ ഇന്ന് ഭരണഘടനയെ തലയിൽ വച്ച് നൃത്തം ചെയ്യുകയാണ് അക്കൂട്ടരെന്ന് പാർലമെന്റിൽ. 33% സംവരണത്തിന്റെ ബില്ലിനെ വലിച്ചു കീറി എറിഞ്ഞുകളഞ്ഞു. എന്നിട്ടും അഭിമാനത്തോടുകൂടി ഞങ്ങൾ കസേരയിലിരിക്കുന്നു. സംവരണം ലഭിച്ചോ ഇല്ലയോ? കോൺഗ്രസ് 70 വർഷമായി പറയുകയായിരുന്നു പട്ടിണിയെല്ലാം മാറ്റുമെന്ന്. എന്നാൽ അതവരുടെ ഫാഷനായി. നിങ്ങൾ വേണമെങ്കിൽ പഴയ ചില ഹിസ്റ്ററികളെടുത്തത് വായിച്ചു നോക്കൂ. അത് നോക്കൂ. നിങ്ങൾ ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രിമാരുടെ പ്രസംഗങ്ങൾ കേട്ടു നോക്കൂ. ആ കുടുംബത്തിലെ എല്ലാ പ്രധാനമന്ത്രിമാരുടെയും പ്രസംഗം എന്താണെന്ന് വെച്ചാൽ, അവരുടെ 20 മിനിറ്റ് പ്രസംഗത്തിൽ 10 മിനിറ്റ് പട്ടിണിയെക്കുറിച്ച് പറയും. ഒപ്പം അവരുടെ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രസംഗം കേട്ടു നോക്കൂ. അതിലവർ ദാരിദ്ര്യം 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 എന്ന ജപമാല പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടും. ഒപ്പം പാവപ്പെട്ടവർക്കെല്ലാം ഒരു കാര്യത്തിൽ ഉറപ്പു വന്നു, അവരിനി എന്നും ദാരിദ്ര്യത്തിൽ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. രാജ്യത്തെ ദാരിദ്ര്യം മാറ്റാൻ കഴിയില്ല എന്നവർ വിശ്വസിച്ചു. സഹോദരി സഹോദരന്മാരെ, മോദി 10 വർഷം കൊണ്ട് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തരാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. എന്താണോ സംഭവിക്കില്ല എന്ന് കരുതിയത്, അത് സംഭവിച്ചോ അതോ ഇല്ലയോ? അത് സംഭവിച്ചോ അതോ ഇല്ലയോ? അതാരാണ് നടത്തിയെടുത്തത്? ആരാണതെല്ലാം നടത്തിയത്? അതെല്ലാം നടത്തിയത് ആരാണ്? ആരുടെ ധൈര്യം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്? ഏത് ശക്തിയാണ്? മോദി അല്ല, നിങ്ങൾ നൽകിയ വോട്ടിന്റെ ശക്തിയാണ് ഇതെല്ലാം നടത്തിയത്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത വോട്ടിന്റെ ശക്തിയിലാണ്.